ഷിരൂരിൽ കാണാതായ അർജുന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ടാണ് കരക്കെത്തിച്ചത്. ഇന്ന് ലോറിയും കരക്കെത്തിച്ചു. ലോറിയിൽ നിന്ന് കാണാതായ ലോറിയിൽ നിന്നുള്ള ലോറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ മറ്റു വസ്തുക്കൾ, മകനു വേണ്ടി കരുതിയ കളിപ്പാട്ടം ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. കെ വി ബൈജു ചേരുകയാണ്. ബൈജു, അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചകളാണ് വരുന്നത്. കണ്ണീർ കാഴ്ചകളാണ് ഷിരൂരിൽ നിന്ന് വരുന്നത്. മകനു വേണ്ടി കരുതിയ കളിപ്പാട്ടം, അത് ഒരു ലോറി തന്നെയായിരുന്നു. അതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ വലിയ തോതിലുള്ള വേദനയാണ് വരുന്നത്. ഏതായാലും എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുബി, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് ഈ കളിപ്പാട്ടം. തന്റെ 2.5 വയസ്സുള്ള മകന് വേണ്ടി അർജുൻ ആ ലോറിക്ക് മുൻപിൽ ആ കളിപ്പാട്ടം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പുറകിൽ വന്ന ഒരു ഇവരുടെ തന്നെ ലോറി ഡ്രൈവറാണ് ഇത്തരത്തിൽ അർജുനെ വാതിൽ മുട്ടി വിളിക്കുകയും അർജുനോട് പോരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ താൻ അല്പം വിശ്രമിച്ചിട്ട് മടങ്ങും എന്ന് പറഞ്ഞത്. ആ സമയത്താണ് അദ്ദേഹം ആ കളിപ്പാട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മളത് മാസങ്ങൾക്ക് മുമ്പ് തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ആ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ അർജുന്റെ സ്വന്തം 2.5 വയസ്സുള്ള മകന് വേണ്ടി കരുതിയ ആ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ ആ ലോറി തിരികെ നൽകിയിരിക്കുന്നു. അത് മാത്രമല്ല 2 മൊബൈൽ ഫോൺ ഏറ്റവും അവസാനമായി ആ രാവിലെ 3:30 ജൂലൈ 16 3:30 രാവിലെ പുലർച്ചയ്ക്ക് തന്റെ വീട്ടിലേക്ക് വിളിച്ച് താൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ ആ മൊബൈൽ ഫോൺ, പിന്നീട് മറ്റൊരു മൊബൈൽ ഫോണും ഒപ്പം അർജുൻ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യമാണ്, ഈ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാൻ വലിയ ഇഷ്ടമുള്ള ആളാണ്. സഹപ്രവർത്തകർക്ക്, അതായത് മറ്റൊരു ലോറി സഹപ്രവർത്തകർക്കൊക്കെ വലിയ തോതിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു അർജുൻ. ആ അർജുന്റെ ഒരുപാട് പാത്രങ്ങൾ, അത് അർജുൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ആ പാത്രങ്ങളൊക്കെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അത് ലോറി തിരികെ നൽകിയിരിക്കുന്നു. പിന്നീട് ഈ വാഹനത്തിന്റെ RC ബുക്ക് അതും തിരിച്ചു കിട്ടിയിരിക്കുന്നു. 2 മൊബൈൽ ഫോണും ഇത്തരത്തിൽ തന്റെ കുഞ്ഞുമോന് 2.5 വയസ്സുള്ള കുഞ്ഞുമോന് വേണ്ടി വാങ്ങി ആ ഗ്ലാസിന് മുൻപിൽ വെച്ചിരുന്ന ആ കളിപ്പാട്ടം, ആ ഡ്രൈവർ അന്ന് പറഞ്ഞിരുന്നത് ആ കളിപ്പാട്ടം ഗ്ലാസിന് മുന്നിൽ തൊട്ടു മുന്നിലായി ഉണ്ടെന്നാണ്. അതുപോലും പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ കളിപ്പാട്ടം ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ലോറി തന്നെയായിരുന്നു അത്, ചെറിയ വെള്ള കളറുള്ള ആ ലോറി. തന്റെ മകന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ ആ ലോറി, അർജുന്റെ പ്രിയപ്പെട്ട ലോറി, തിരിച്ചു കൊടുത്തു എന്നാണ് ഇതിൽ ഏറ്റവും വൈകാരികമായ രംഗം. ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഓരോ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അവസാനത്തെ ഓർമ്മകളാണത്. അർജുന്റെ അവസാനത്തെ എല്ലാ ഓർമ്മകളും കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അതൊക്കെ ശേഖരിക്കുകയാണ് ഇപ്പോൾ. അതെല്ലാം ഈ സംഘം, ഇവിടെ നിന്നുള്ള ദൗത്യ സംഘം, അതിൽ നിന്നും ലോറിയിൽ നിന്നും പൂർണ്ണമായും ഇപ്പോൾ ആ പ്രവൃത്തി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള വാഹനത്തിൽ നിന്നുള്ള ക്യാബിൽ നിന്നുള്ള അർജുന്റെ എല്ലാ വസ്തുക്കളും ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നു. ഇതെല്ലാം അർജുനെ ആ ലോറി അവസാനമായി അർജുന്റെ ഒപ്പം തന്നെ വീട്ടുകാർക്കായി സമ്മാനിച്ചിരിക്കുന്നു, അവർക്ക് ഓർമ്മിക്കാനായി സമ്മാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മഞ്ജു ഇവിടെ എത്തി പറഞ്ഞത് തന്റെ സഹോദരന്റെ അവസാന നാളിൽ ചിലവഴിച്ച ആ സ്ഥലം അതൊന്ന് കാണണം. ഇനി അർജുനന്റെ ഇത്തരത്തിലുള്ള വസ്തുക്കളും അതും ഓർമ്മയായി അവർക്ക് സൂക്ഷിക്കാം, കുടുംബത്തിന് സൂക്ഷിക്കാം. എന്തായാലും അത്രത്തോളം വൈകാരികമായ ഒരു രംഗങ്ങളാണ് ഇവിടെ. ആ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ ജിതിനാണിപ്പോൾ ആ കളിപ്പാട്ടം കയ്യിൽ പിടിച്ച് ആ ദൃശ്യം നമുക്ക് കാണാം. അവർ അതെല്ലാം ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ണാടിക്കലിലെ വീട്ടിൽ അർജുനൊപ്പം ഇതെല്ലാം എത്തിക്കും, അതെല്ലാം ആ വീട്ടിലേക്ക് എത്തിക്കും. അവരുടെ ഓർമ്മകൾ, ഇനി അർജുന്റെ ഓർമ്മകൾ ഇതായിരിക്കും. ഒരു അസ്ഥി, കൈയുടെ അസ്ഥി കൂടി ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് ഈ വാഹനത്തെ ക്യാബിനകത്ത് നിന്നും. ഏതായാലും ക്യാബിൻ പൂർണ്ണമായും തുറന്ന് അതിൽ മുഴുവൻ പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. സുബി.